എവ്രിവൺ, എല്ലാവർക്കും സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഇറിഗേഷൻ്റെ 3rd വീഡിയോ ആണ്. ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ മെത്തേഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. കണ്ടിട്ടില്ലാത്തവർ പോയി ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ. ഈ വീഡിയോയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ടർ റിക്വയർമെൻറ്റ് ഫോർ ക്രോപ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇത് അതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് സീസൺസ് ഓഫ് ക്രോപ്പിംഗ് സീസൺ അല്ലെങ്കിൽ ക്രോപ്പിംഗ് പാറ്റേൺ ഇൻ ഇന്ത്യ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ് റിലേറ്റഡ് ടു വാട്ടർ റിക്വയർമെൻ്റ് ആണ്. ഫസ്റ്റ്, ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ നോക്കിയാൽ നമുക്കറിയാം ദർ ഈസ് റാബി സീസൺ, റാബി ക്രോപ്സ് ഉണ്ട്, ഖാരിഫ് ക്രോപ്സ് ഉണ്ട്, സെയ്ദ് ക്രോപ്സ് ഉണ്ട്, ഡിപ്പെൻഡിങ് അപ്പോൺ ദി സീസൺ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാബി ക്രോപ്സ് ആണ്. റാബി ക്രോപ്സ് എന്ന് പറഞ്ഞാൽ വിൻ്ററിൽ ഗ്രോ ചെയ്യുന്ന, അതായത് വിൻ്റർ ക്രോപ്സിനാണ് റാബി ക്രോപ്സ്. ദേ ആർ ഗ്രോൺ ഫ്രം നവംബർ ടു മാർച്ച്. ഫോർ എക്സാമ്പിൾ വീറ്റ്, ബാർലി, ഗ്രാം, പീ, മസ്റ്റാർഡ്, പൊട്ടാറ്റോ, പൾസസ്, ലിൻസീഡ് എക്സെട്ര. മാക്സിമം എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഖാരിഫ് ക്രോപ്പാണ്. ഖാരിഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ മൺസൂൺ ക്രോപ്സ് ആണ്. ദേ ആർ ഗ്രോൺ ഫ്രം ജൂലൈ ടു ഒക്ടോബർ. For example, rice, maize, jowar, bajra, groundnut, jute, tobacco, cotton, etc. Usually, kharif crop in the water requirement about 2 to 3 times of the rabi crops ആയിരിക്കും. നമ്മൾ കുറച്ച് അടുത്ത വീഡിയോയിൽ ഡ്യൂട്ടി, ഡെൽറ്റ ആ ടേംസ് ഒക്കെ നമ്മൾ പഠിക്കും. ഇതിനകത്ത് ഡെൽറ്റ എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിന് ഫുള്ളി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ഡെപ്ത് ഓഫ് വാട്ടർ ആവശ്യമാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്വാണ്ടിറ്റി ഓഫ് ഇറിഗേഷൻ വാട്ടർ നമ്മൾ എപ്പോഴും ഡെപ്തിൻ്റെ ടേംസിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്രോപ്പിന് വരാൻ വേണ്ടി എത്ര ഡെപ്ത് ഓഫ് വാട്ടർ വേണം, അതിന് പറയുന്ന പേരാണ് ഡെൽറ്റ. ഡെൽറ്റ വാല്യൂ ഓഫ് റൈസ് എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. ബട്ട് ദാറ്റ് ഓഫ് ദി വീറ്റ് ഈസ് ഓൺലി 40 സെൻറ്റിമീറ്റർ. സോ ഇതിൽ നിന്ന് തന്നെ ക്ലിയർ ആണ് ഖാരിഫ് ക്രോപ്സ് നീഡ് 2 to 3 ടൈംസ് ഓഫ് വാട്ടർ ദാൻ ദാറ്റ് ഓഫ് ദി റാബി ക്രോപ്സ്. നെക്സ്റ്റ് വൺ ഈസ് സെയ്ദ് ക്രോപ്സ്. സെയ്ദ് ക്രോപ്സ് ആണ് അടുത്തത്. ദേ ആർ ഹോട്ട് സമ്മർ ക്രോപ്സ്. ഏപ്രിൽ തൊട്ട് ജൂൺ വരെയുള്ള ഹോട്ട് സമ്മർ പീരീഡിൽ ഗ്രോ ചെയ്യുന്ന ക്രോപ്സ് ആണ് സെയ്ദ് ക്രോപ്സ്. അതായത് റാബിക്കും ഖാരിഫിൻ സീസണിനും ഇടയിൽ വളരുന്ന ക്രോപ്സ്. ഇതിന് എക്സാമ്പിൾ വാട്ടർ മെലൺ, മസ്ക് മെലൺ, കുക്കുംബർ, ഗ്രീൻ വെജിറ്റബിൾസ് എക്സെട്ര. നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്രോപ്സ് ആണ് പെരിനിയൽ ക്രോപ്സ് എന്ന് പറയും. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പെരിനിയൽ റിവേഴ്സ്, പെരിനിയൽ കനാൽസ് ഒക്കെ പറഞ്ഞിരുന്നു. സെയിം തന്നെയാണ് ഇവിടെയും. ഏതൊരു സീസണിൽ, ഇയറിലെ ഏതൊരു സീസണിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ക്രോപ്സിനെ പറയുന്ന പേരാണ് പെരിനിയൽ ക്രോപ്സ്. ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഷുഗർ കെയിൻ, ടൊമാറ്റോ. ഷുഗർ കെയിൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ഓഫ് പെരിനിയൽ ക്രോപ്സ്. നെക്സ്റ്റ് വൺ ഈസ് ക്യാഷ് ക്രോപ്സ്. പേരിൽ തന്നെയുണ്ട് ക്യാഷ് കിട്ടുന്ന ക്രോപ്സ്. അതായത് നമ്മൾ റോ ആയിട്ട് ഈ ക്രോപ്സിനെ എടുത്തിട്ട് അതിനെ ആവശ്യത്തിന് പോസ്റ്റ് പ്രോസസ്സിങ് ജോലികളൊക്കെ കഴിഞ്ഞ് നമ്മൾ മാർക്കറ്റിൽ വിൽക്കുമ്പോഴേക്കും ഹൈ പ്രോഫിറ്റിൽ നമ്മുടെ ആ റോ മെറ്റീരിയൽസിനെക്കാളും ഹൈ പ്രോഫിറ്റിൽ നമുക്ക് ഈ ക്രോപ്സിനെ വിൽക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ കോട്ടൺ, ടീ, കോഫി, ജ്യൂട്ട്, ടൊബാക്കോ എക്സെട്ര. സോ ഇത്രയാണ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഓർ ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ. ഇനി ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ലിങ്ക്ഡ് വിത്ത് ദ വാട്ടർ റിക്വയർമെൻറ്റ് ഓഫ് ക്രോപ്സ്. ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരുപാട് കേരള PSC എക്സാമുകളിൽ ഈ ഡെഫിനിഷൻ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമാൻഡ് ഏരിയ ആണ്. കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ദ ഏരിയ ദാറ്റ് ക്യാൻ ബി ഇറിഗേറ്റഡ് ബൈ എ കനാൽ സിസ്റ്റം. ഒരു കനാൽ സിസ്റ്റത്തിന് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ പറയുന്ന പേരാണ് കമാൻഡ് ഏരിയ. നെക്സ്റ്റ് വൺ ഈസ് ഗ്രോസ് കമാൻഡ് ഏരിയ. ഗ്രോസ് കമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഒരു കനാൽ സിസ്റ്റം പാസ് ചെയ്ത് പോകുന്ന വഴികളിൽ അവിടെയുള്ള ഫീൽഡ് അല്ലെങ്കിൽ അവിടെയുള്ള ഏരിയ എല്ലാം ആ കനാൽ വെച്ചിട്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ടോട്ടൽ കനാലിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് നമ്മൾ മാറ്റർ ചെയ്യുന്നില്ല. ടോട്ടൽ ഒരു കനാൽ സിസ്റ്റം കൊണ്ട് നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാൻഡ്, അതിന് ചുറ്റുമുള്ള ലാൻഡ് ഇത്രയും നമുക്ക് ഇറിഗേറ്റ് ചെയ്യാൻ പറ്റും. ആ ലാൻഡിനെ പറയുന്ന പേരാണ് ഗ്രോസ് കമാൻഡ് ഏരിയ. ദി ടോട്ടൽ ഏരിയ ദാറ്റ് ക്യാൻ ബി ഫിസിക്കലി ബോട്ട് അണ്ടർ കൾട്ടിവേഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ. എത്ര വാട്ടർ ഉണ്ടെന്നുള്ളത് മാറ്റർ അല്ല, പക്ഷെ ആ കനാലിൽ കൊണ്ട് എവിടെയൊക്കെ ഇറിഗേഷൻ പോസിബിൾ ആകും. അതിനെ പറയുന്ന പേരാണ് ഗ്രോസ് കമാൻഡ് ഏരിയ.
നെക്സ്റ്റ് വൺ ഈസ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. കൾച്ചറബിൾ കമാൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ ഗ്രോസ് കമാൻഡ് ഏരിയയുടെ കുറച്ച് പാർട്ട് അത് ശരിക്കും നമുക്ക് ഫീൽഡായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമുക്കറിയാം കനാൽ പാസ് ചെയ്ത് പോകുന്ന ഏരിയാസ് ഫുള്ളും ഫീൽഡ് ആവണം അല്ലെങ്കിൽ ഫാമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കുറേയൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ആയിരിക്കും, കുറേ പാർട്ടൊക്കെ റെയിൽവേ റോഡായിരിക്കും, അല്ലെങ്കിൽ കുറേ സ്ഥലത്ത് റോക്കി ഏരിയ ആയിരിക്കും. അതൊന്നും നമുക്ക് കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഗ്രോസ് കമാൻഡ് ഏരിയയുടെ എത്ര ഭാഗമാണ് നമുക്ക് ശരിക്കും അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അതിനെ പറയുന്ന പേരാണ് കൾച്ചറബിൾ കമാൻഡ് ഏരിയ. As a definition, it is a portion of the gross command area that is culturable or cultivatable. Equation ആയിട്ട് എഴുതുകയാണെങ്കിൽ CCA equal to GCA minus culturable area. Unculturable area. Unculturable area എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഒബ്സ്ട്രക്ഷൻസ് ആണ് വരുന്നത്, ലൈക്ക് റെയിൽവേസ്, റോഡ്, റോക്സ്, ഹിൽസ്, ഡിഫറെൻറ്റ് വാട്ടർ സോഴ്സസ്, അതുപോലെ റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഏരിയാസ്. ഇതൊക്കെ ഗ്രോസ് കമാൻഡ് ഏരിയയിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ടോട്ടൽ കൾച്ചറബിൾ കമാൻഡ് ഏരിയ അല്ലെങ്കിൽ CCA കിട്ടും. നെക്സ്റ്റ്, ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് CCA അണ്ടർ എ പെർട്ടിക്കുലർ ക്രോപ്പ് ഇൻ എ പെർട്ടിക്കുലർ സീസൺ. CCAയുടെ എത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ എത്ര ഭാഗമാണ് ഒരു പർട്ടിക്കുലർ ക്രോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അതാണ് ആ ക്രോപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഇൻ ദാറ്റ് പർട്ടിക്കുലർ സീസൺ. ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്തമാറ്റിക്കലി പറഞ്ഞ് കുറച്ചും കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ GCA എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ കൾച്ചറബിൾ ഗ്രോസ് കൾച്ചറബിൾ ഏരിയ എന്ന് പറയുന്നത് 8,000 ഹെക്ടർ ആണെന്ന് വിചാരിക്കാം. CCA പക്ഷേ അതിൻ്റെ 75% ഉള്ളൂ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഓഫ് റൈസ് ക്രോപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ തന്നിരിക്കുന്നത് 50% അങ്ങനെയാണെങ്കിൽ എത്ര ഏരിയയിൽ റൈസ് ഗ്രോ ചെയ്യുന്നുണ്ട് ഒരു സീസണിൽ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 75% ഓഫ് 80,000 ഹെക്ടേഴ്സ് മാത്രമേ ശരിക്കും പറഞ്ഞാൽ കൾട്ടിവേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഓഫ് റൈസ് എന്ന് പറഞ്ഞാൽ ആ 75% ഓഫ് 8,000 ഹെക്ടേഴ്സിൽ 50% മാത്രമേ റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. So area under rice is 50% of 75% of 8,000, that is 3,000 hectares. ഇതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ. ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ ഒരു ക്രോപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ടോട്ടൽ ഇയർലി ഒരു ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ കണ്ടെത്തണമെങ്കിൽ അത് ആ ഫീൽഡിൽ ഗ്രോ ചെയ്യുന്ന ഡിഫറെൻറ്റ് ക്രോപ്സുകളുടെ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ്റെ സമ്മായിരിക്കും. ഇത് യൂഷ്വലി പെർസെൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്രോപ്പ് പീരീഡ് അല്ലെങ്കിൽ ഗ്രോത്ത് പീരീഡ്. ക്രോപ്പ് പീരീഡ് അല്ലെങ്കിൽ ഗ്രോത്ത് പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാന്റിനെ സോ ചെയ്യുന്നത് തൊട്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെ. സോറി, ഇറ്റ് ഈസ് നോട്ട് ഗ്രോയിങ്, ഇറ്റ് ഈസ് സോയിങ്. സോറി ഫോർ ദ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് സോയിങ്. ഒരു ക്രോപ്പിനെ നമ്മൾ വിത്ത് വിതയ്ക്കുന്നത് തൊട്ട് അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് വരെയുള്ള ടൈം ആയിരിക്കുമല്ലോ അതിൻ്റെ ടോട്ടൽ ഗ്രോത്ത് പീരീഡ്. അതാണ് ക്രോപ്പ് പീരീഡ് അല്ലെങ്കിൽ C എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബേസ് പീരീഡാണ്. ബേസ് പീരീഡിനെ B എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് വാട്ടറിങ്ങും ലാസ്റ്റ് വാട്ടറിങ്ങും തമ്മിലുള്ള എത്ര ഡേയ്സ് ഉണ്ട് അതിന് പറയുന്ന പേരാണ് ബേസ് പീരീഡ്. ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള സമയം ഇറ്റ് ഈസ് കോൾഡ് ആസ് ബേസ് പീരീഡ്. സോ എപ്പോഴും നമുക്കറിയാം ബേസ് പീരീഡ് എന്ന് പറയുന്നത് ക്രോപ്പ് പീരീഡിനേക്കാളും എന്തായാലും കുറവായിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോർ വാട്ടറിങ് ആണ്. കോർ വാട്ടറിങ് എന്ന് വെച്ചാൽ നമ്മളൊരു ക്രോപ്പ് നമ്മൾ ഗ്രോ ചെയ്യാൻ വേണ്ടി സീഡ്സ് ഇട്ടു, അതൊരു കുറച്ചൊരു 2 to 5 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരെ, അതായത് ഒരു ആവശ്യത്തിനൊരു മെച്യൂരിറ്റി ആകുന്നത് വരെ നമ്മൾ കൊടുക്കുന്ന വാട്ടറിങ്, അതായത് ഫസ്റ്റ് വാട്ടറിങ് വിച്ച് ഈസ് ഗിവൻ ടു എ ക്രോപ്പ് അൺടിൽ ഇറ്റ് ഈസ് 2 to 5 സെൻറ്റിമീറ്റർ ഹൈറ്റ്. ആ സമയത്ത്, അതായത് ആ ചെറു പ്രായത്തിൽ നിന്നൊരു പർട്ടിക്കുലർ ഹൈറ്റ് എത്തുന്ന അല്ലെങ്കിൽ പർട്ടിക്കുലർ മെച്യൂരിറ്റി എത്തുന്നത് വരെ ആയിരിക്കണം നമ്മൾ മാക്സിമം വാട്ടറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ക്രോപ്പ് വാട്ടറിങ് ഇതിനെ പറയുന്ന പേരാണ് കോർ വാട്ടറിങ് എന്ന് പറയുന്നത്.
കോർ പീരീഡ് എന്ന് പറഞ്ഞാൽ ആ ഇനിഷ്യൽ പീരീഡ് ഓഫ് കോർ വാട്ടറിങ് കൊടുക്കുന്ന ആ ഇനിഷ്യൽ പീരീഡിനെ പറയുന്ന പേരാണ് കോർ പീരീഡ് എന്ന് പറയുന്നു. കോർ പീരീഡിലായിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു മാക്സിമം വാട്ടർ കൊടുക്കേണ്ടത്. അതായത് മാക്സിമം ഡിസ്ചാർജ് ആവശ്യമുള്ള പീരീഡ് എന്ന് പറയുന്നത് ക്രോപ്പ് പീരീഡിലാണ്. കനാലിൽ നിന്നാണ് അല്ലെങ്കിൽ നമ്മുടെ ഇറിഗേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാക്സിമം ഡിസ്ചാർജ് കൊടുക്കേണ്ട സമയമാണ് ഈ കോർ പീരീഡ്. നെക്സ്റ്റ് വൺ ഈസ് പാലിയോ ഇറിഗേഷൻ. പാലിയോ ഇറിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ സീഡ്സ് സോ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫീൽഡിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഫീൽഡിൽ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കും. അതിന് പറയുന്ന പേരാണ് പാലിയോ ഇറിഗേഷൻ. ഇത് ബിഫോർ ദ സോയിങ് ഓഫ് ദ ക്രോപ്പിലായിരിക്കും ഇത് നടക്കേണ്ടത്. യൂഷ്വലി ഫീൽഡൊക്കെ കുറേ ഡ്രൈ ആയിരിക്കും. അപ്പോൾ ആ കുറച്ച് ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ കുറച്ച് വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പേ നനച്ചു കൊടുക്കും. അതിന് പറയുന്ന പേരാണ് പാലിയോ ഇറിഗേഷൻ. ഇതൊരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഫുൾ ഇതിനകത്ത് നമ്മൾ പഠിച്ച ഡെഫിനിഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാവും. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സീഡ് സോ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വാട്ടർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് പാലിയോ ഇറിഗേഷൻ. പിന്നീട് നമ്മൾ സോയിങ് നടത്തി കഴിഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് വളർന്ന് ഒരു 2 to 5 സെൻറ്റിമീറ്റർ ഹൈറ്റിലുള്ള പ്ലാന്റായി. അത്രയും സമയം വരെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാട്ടറിനെ പറയുന്ന പേരാണ് കോർ വാട്ടറിങ്. ഈ സോയിങ് സമയം തൊട്ട് ഇത്രയും ഒരു പർട്ടിക്കുലർ മെച്യൂരിറ്റി എത്തുന്ന സമയം വരെ ഉള്ള പീരീഡിനെ പറയുന്ന പേരാണ് കോർ പീരീഡ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് കോർ പീരീഡ്. ഏറ്റവും കൂടുതൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാട്ടർ അപ്ലൈ ചെയ്യേണ്ട സമയമാണ് കോർ പീരീഡ് അല്ലെങ്കിൽ മാക്സിമം വാട്ടറിങ് ആണ് കോർ വാട്ടറിങ്. പിന്നെ നമ്മൾ സോ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറേയൊക്കെ യൂണിഫോം ആയിട്ടുള്ള വാട്ടർ മതി, മാക്സിമം വേണമെന്നൊന്നുമില്ല. സോയിങ് കഴിഞ്ഞു ലാസ്റ്റ് വന്നിട്ട് ഹാർവെസ്റ്റിംഗ്. പ്ലാന്റ് അതിൻ്റെ മെച്യൂരിറ്റി എത്തി, ലാസ്റ്റ് ഹാർവെസ്റ്റിംഗ് ടൈം വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ സോയിങ് തൊട്ട് ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് വരെയുള്ള ടൈം പീരീഡ്, പ്ലാന്റിൻ്റെ ടോട്ടൽ ഗ്രോത്തിനുള്ള ടൈം പീരീഡിനെ പറയുന്ന പേരാണ് ക്രോപ്പ് പീരീഡ് അല്ലെങ്കിൽ ഗ്രോത്ത് പീരീഡ് എന്ന് പറയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വാട്ടറിങ് തൊട്ട് ലാസ്റ്റ് വാട്ടറിങ് വരെയുള്ള ടൈമിനെ പറയുന്ന പേരാണ് ബേസ് പീരീഡ്. അതിനെ പറയുന്ന പേരാണ് ബേസ് പീരീഡ്. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാട്ടർ റിക്വയർമെൻറ്റ് ആൻഡ് ക്രോപ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസാണ് ഡ്യൂട്ടി ആൻഡ് ഡെൽറ്റ. അത് കുറച്ച് അധികം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റിംഗ് ഡ്യൂട്ടി, അതൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് കൊടുക്കുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.